ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഈ നിശാചര വീരന്മാർ ഉദ്ദിഷ്ടവരങ്ങൾ വാങ്ങിയ വർത്തമാനം കേട്ട സുമാലി ആകട്ടെ നിർഭയനായി പാതാളത്തിൽ നിന്ന് സ്വഭാജനങ്ങളോടൊത്ത് കയറി. സുമാലിയുടെ മന്ത്രിമാരാണ് മാരീചൻ, പ്രഹസ്തൻ, വിരൂപാക്ഷൻ, മഹോദരൻ എന്നീ മഹാശക്തന്മാർ. അമാത്യവരന്മാരുമൊത്തം സുമാലി ദശാസ്യ സമീപത്തിലെത്തി സന്തോഷത്തോടെ പറഞ്ഞു, ഉണ്ണി, നിന്റെ മനാഭിലാഷം ഭാഗ്യത്താൽ നിറവേറി. മൂന്നുലകിൻ്റെയും നാഥനോട് നീ വരങ്ങൾ വാങ്ങിയല്ലോ. മനോഹരമായ ലങ്കാനഗരിയെ വെടിഞ്ഞ് പാതാളത്തിലേക്ക് ഞങ്ങൾ പോയി. അതിന് കാരണമായ വിഷ്ണുഭയം, മഹാഭുജനായ ഉണ്ണി കാരണം ഞങ്ങൾക്ക് ഇല്ലാതെയായി. സ്വഭവനങ്ങൾ ഉപേക്ഷിച്ച് സദാ വിഷ്ണുവിനെ ഭയപ്പെട്ടാണ് പാതാളത്തിൽ ഞങ്ങൾ വസിക്കുന്നത്. അരക്കന്മാർ പാർത്തു വന്നിരുന്ന പുരിയാണ് ലങ്ക. നമ്മളുടെ ആ നഗരിയിൽ നിന്റെ അഗ്രജൻ വൈശ്രവണൻ കയറി കുടി പാർക്കുന്നു. സാമമോ ദാനമോ വേണ്ടി വന്നാൽ ഭേദമോ കൊണ്ട് ആകുമെങ്കിൽ ആ മനോഹര സ്ഥലം സ്വാധീനമാക്കൂ. എന്നാൽ മഹാബാഹുവായ ഉണ്ണിക്ക് ലങ്കേശ്വരനായി വാഴാം. അതോ ലോകത്തിൽ ഗമിക്കേണ്ടി വന്ന രാക്ഷസവംശത്തെ ഉയർത്തിയ ഉണ്ണി ഞങ്ങളുടെയെല്ലാം പ്രഭുവാണ്. സ്വസമീപത്തിൽ വന്ന് ഇത്തരത്തിൽ പറഞ്ഞ മാതാമഹനോട് ദശാനനൻ മറുപടിയായി, ധനേശ്വരൻ ഞങ്ങൾക്ക് ഗുരുവാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം പറയരുതേ. സുമാലിയുടെ സാമവാക്കുകളെ ഇങ്ങനെ രാക്ഷസേശ്വരൻ നിരസിച്ചപ്പോൾ ഉള്ളറിഞ്ഞുകൊണ്ട് കുറച്ചു കാലം നിശബ്ദനായി സസുഖം വസിച്ചു. ആ കൊടുംകാട്ടിൽ വസിക്കുന്ന ദശവദനൻ വീണ്ടും ഇങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ പ്രഹസ്തൻ അതിവിനയത്തോടെ യുക്തിയുക്തമായി തുടർന്നു, മഹാബാഹുവായ രാക്ഷസേശ്വര, അവിടുന്ന് ഇത്തരത്തിൽ പറയരുത്. ശൂരന്മാർക്ക് സൗഭ്രാത്രം എന്തെന്ന് ഓർക്കുവാൻ സമയമില്ല. എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണേ. സുകുമാരാംഗികളാണ് അതിഥിയും ദിതിയും. ഈ സഹോദരിമാർ കശ്യപ പ്രജാപതിയുടെ ധർമ്മപത്നിമാരായി തീർന്നു. മുപ്പാരിനും അധിപരായ ദേവന്മാരെ അതിഥി പ്രസവിച്ചു. ദിതിയുടെ പുത്രന്മാരാണ് ദൈത്യന്മാർ. കശ്യപ പ്രജാപതിയുടെ ആത്മജന്മാർ തന്നെയാണ് ദേവന്മാരും ദാനവന്മാരും. ഹേ ധർമ്മജ്ഞ, അലയാഴിയിൽ ചുറ്റപ്പെട്ടതും അരണ്യങ്ങളും മാമലകളും നിറഞ്ഞ് പ്രശോഭിക്കുന്നതുമായ പാരിടം മുഴുവൻ പണ്ട് കാലത്ത് ദൈത്യന്മാരുടെ ആയിരുന്നു. ഹേ വീര, വീരവീരന്മാരായ അവരെ മുഴുവൻ കെൽപ്പേറിയ വിഷ്ണു ഉഗ്രയുദ്ധത്തിൽ നിഗ്രഹിച്ചു. ജഗത്രയത്തെ വാനോരുടെ വശമാക്കി തീർത്തതാണ്. എന്നേക്കുമായി പോയ ഭൂതലത്തിൻ്റെ ആധിപത്യത്തെ അവിടുന്ന് മാത്രം മാറ്റിമറിക്കുകയില്ല. സുരാസുരന്മാർ പണ്ട് മുതൽക്കേ ആചരിക്കുന്നതാണിത്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുവാൻ മടിക്കേണ്ടതില്ല. പ്രഹസ്തൻ്റെ അഭിപ്രായം ദശഗ്രീവൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ചു. അല്പനേരം സ്വയം ആലോചിച്ചിരുന്ന അരക്ക പ്രമുഖൻ അങ്ങനെയാകാം എന്ന് ഏറ്റുപറഞ്ഞു. ആ രാക്ഷസന്മാരോട് കൂടി തന്നെ ദശാസ്യൻ അരണ്യമധ്യത്തിൽ എത്തി. ത്രികൂടാചലത്തിലെ മഹാവനം ഒന്നിൽ ഇരുന്ന രാക്ഷസേന്ദ്രൻ വാഗ്ദാടിയുള്ള പ്രഹസ്തനെ വിളിച്ച്, നിശാചര പ്രമുഖനായ പ്രഹസ്ത, നൈഭൃത ശ്രേഷ്ഠനായ വിത്തേശ സമീപത്തിലേക്ക് അതിവേഗത്തിൽ ചെല്ലൂ. ഞാൻ പറഞ്ഞതായി ഇങ്ങനെ പറയൂ. വമ്പന്മാരായ അസുരന്മാർക്കുള്ളതാണ് ലങ്കാനഗരി. അനഘനായ അങ്ങ് അരജനായി അവിടെ കയറി പാർത്തു തുടങ്ങി. സൗര്യനായ അങ്ങേക്ക് ഇത് യോജിച്ചതല്ല. അതുല്യ വിക്രമനായ അങ്ങ് ഇപ്പോൾ എനിക്ക് അത് നൽകുന്നത് തന്നെ എന്നെ സന്തുഷ്ടനാക്കും. അങ്ങ് ധർമ്മത്തെ രക്ഷിച്ചവനായി തീരുകയും ചെയ്യും. വൈശ്രവണൻ പരിപാലിച്ചു പോരുന്ന ലങ്കാരാജ്യത്തിൽ അടുത്ത ക്ഷണത്തിൽ പ്രഹസ്തനെത്തി. വിനയാനിതനായി ഇപ്രകാരം പറഞ്ഞു, സദാചാര നിരതനായ മന്നവ, അവിടുത്തെ അനുജൻ അയച്ചതാണ് എന്നെ. എല്ലാ ശാസ്ത്രങ്ങളിലും വിജ്ഞനും സർവശാസ്ത്രാസ്ത്രങ്ങളിൽ സമർത്ഥനും മഹാപ്രാജ്ഞനുമായ അവിടുന്ന് അനുജൻ്റെ വാക്കുകൾ എന്നിൽ നിന്ന് കേൾക്കണേ. വിശാലാക്ഷനായ ജ്യേഷ്ഠ, ഈ മനോഹരമായ ലങ്കാനഗരിയിൽ ഭീമപരാക്രമികളായ സുമാലി തുടങ്ങിയ ആശുരേന്ദ്രന്മാരാണ് പണ്ട് വസിച്ചിരുന്നത്. വൈശ്രവണ മഹാരാജാവേ, അതിനാലാണ് ഇത്രയും സാമത്തിൽ അഭ്യർത്ഥിക്കുന്നത്. ഈ ലങ്കാപുരി തമ്പിക്ക് വേണ്ടി അവിടുന്ന് കൊടുക്കുക. വിഘ്നനായ വിശ്രവപുത്രൻ വാഗ്ദാടിയോടെ പ്രഹസ്തനോട് മറുപടി പറഞ്ഞു, രാക്ഷസന്മാർ ഉപേക്ഷിച്ചു പോയ ഈ ലങ്കയെ അച്ഛനാണ് എനിക്ക് തന്നത്. യക്ഷന്മാർ ധനമാനാദികളാൽ എൻ്റെ ഒന്നിച്ച് ഇവിടെ വസിക്കുന്നുണ്ട്. എന്നാലും അനുജൻ ദശാസ്യനോട് പറയൂ, ഈ നാടും നഗരിയും നിൻ്റേതുമാണ്. യഥേഷ്ടം ഇവിടെ വസിക്കാം. എൻ്റേതായ ഈ നാടും ഐശ്വര്യവും പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ല. നിർബാധമായി തന്നെ ഇങ്ങോട്ട് വരാം. ധനേശ്വരൻ ഇത്രയും പറഞ്ഞ് അതിവേഗം അച്ഛൻ്റെ അടുത്തെത്തി. തൊഴുതു കുമ്പിട്ട് സവിനയം അനുജൻ്റെ ആഗ്രഹത്തെ അറിയിച്ചു. അച്ഛ, ദശാനനൻ ഇതാ എൻ്റെ അടുത്തേക്ക് ദൂതനെ അയച്ചിരിക്കുന്നു. രാക്ഷസന്മാർ മുമ്പ് താമസിച്ചിരുന്ന ലങ്കയെ തരണം എന്നും പറഞ്ഞ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്?
സദ്ധർമാചാര്യായ അച്ഛൻ അരുളി ചെയ്യണം. ബ്രഹ്മർഷി സത്തമനായ വിശ്രവസ് അതിവിനയത്തോടെ തൊഴുതുകൊണ്ട് ചോദിക്കുന്ന പുത്രനോട്, ഉണ്ണി, ശ്രദ്ധ വെച്ച് എൻ്റെ വാക്കുകൾ കേൾക്കൂ. മഹാഭുജനായ ദശഗ്രീവൻ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞു. ഞാൻ ആ ദുരാശയനെ ഒരുപാട് ശകാരിക്കുകയും ചെയ്തു. അവനിൽ ഉണ്ടായ ദ്വേഷത്താൽ നീ മേന്മേൽ കെട്ടുപോകുകയാണെന്നും കൂടി പറയുകയുണ്ടായി. മകനെ, ശ്രേയസ്കരവും ധർമ്മയുക്തവുമായ എൻ്റെ വാക്കു കേൾക്കൂ. വരപ്രാപ്തി കൊണ്ട് അവൻ അഹങ്കാരിയായി കഴിഞ്ഞിരിക്കുന്നു. മാന്യന്മാരെയും അമാന്യന്മാരെയും വേർതിരിച്ചറിയുവാനുള്ള കെൽപ്പ് അവന് കെട്ടുപോയി. എൻ്റെ ശാപത്താൽ ഘോരനായും തീർന്നു കഴിഞ്ഞു. മഹാഭുജനായ ഉണ്ണി, നീ കൈലാസ ശൃംഗത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. മനോമോഹനമായ ഭവനങ്ങൾ തീർത്ത് ആൾക്കാരും ഒന്നിച്ച് ലങ്കയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ഉത്തമം. നദികളിൽ ശ്രേഷ്ഠമായ മന്ദാകിനി പ്രവഹിക്കുന്ന സ്ഥലമാണിത്. ഉദയ സൂര്യ സന്നിഭമായ പൊൻ ചെന്താമര പൂവുകൾ, ആമ്പൽ പൂവുകൾ, ചെങ്ങഴി നീർപ്പൂവുകൾ എന്നിവ വികസിച്ച് സൗരഭ്യമേറിയ നിർമ്മല ജലമാണ്. നദീമുഖിയായ ഭാഗീരഥിയിൽ ദേവന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, ഉരകങ്ങൾ, കിന്നരന്മാർ തുടങ്ങിയവരുടെ തരുണീരത്നങ്ങൾ എല്ലാ ദിവസവും അവിടെ വിഹരിച്ച് ആനന്ദിക്കാറുണ്ട്. ഉണ്ണി ധനേശ്വര, ഈ രാക്ഷസനോട് പിണങ്ങുന്നത് യുക്തമല്ല. അമേയങ്ങളായ വരങ്ങൾ പലതും അവൻ വാങ്ങിയിട്ടുള്ളത് അറിയില്ലേ? വൈശ്രവണന് അചഞ്ചല ഭക്തി വിശ്വാസങ്ങളാണ് പിതാവിലുള്ളത്. താത നിർദ്ദേശം ശിരസാ വഹിച്ച് പത്നീപുത്ര അമാത്യന്മാരോടും ധനവാഹനാദികളോടും കൂടി ലങ്കാനഗരിയെ ഉപേക്ഷിച്ച് ധനേശ്വരൻ കൈലാസത്തിലേക്ക് പോയി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.